നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 24 തീയതി 1201 ആണ്ട് ധനുമാസം 9 തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്, ശുഭ ദിവസമാണ്. ബുധൻ വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസങ്ങളിലൊന്നാണ് ബുധനാഴ്ച. ഇന്ന് രാവിലെ നമ്മൾ പഞ്ചാംഗം നോക്കുമ്പോൾ തിരുവോണ നക്ഷത്രമാണ് ഇട്ടിരിക്കുന്നത്. തിരുവോണ നക്ഷത്രം വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഉദിക്കുമ്പോൾ ഏത് നക്ഷത്രം നിൽക്കുന്നുവോ ആ നക്ഷത്രമാണ് കലണ്ടറിൽ ഇട്ടിരിക്കുന്നത്. പലരും ഇത് കലണ്ടർ നോക്കിയിട്ട് നാള് തന്നെ പറഞ്ഞു വയ്ക്കുന്നതൊക്കെ നാള് തെറ്റുന്നതിന് കാരണം എന്താണ്? ആ ഒരു നിശ്ചിത, ചിലപ്പോൾ രാവിലെ 6:30 മണിയായപ്പോൾ തിരുവോണം തീർന്നു, 7 മണിക്ക് ജനിച്ചു. നമ്മൾ തിരുവോണമെന്ന് നക്ഷത്രം കലണ്ടറിൽ കണ്ടുകൊണ്ട് അതും പറഞ്ഞ് നടക്കും. നക്ഷത്രമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇന്ന് അവിട്ടൻ നക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് ഒരു 6:30 നാഴിക നേരമെങ്കിലും ഒരു നക്ഷത്രം ഉണ്ടെങ്കിൽ മാത്രമേ ആ നക്ഷത്രം നമുക്ക് ബർത്ത്ഡേ ആയിട്ട് മറ്റു കാര്യങ്ങൾക്കും എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് അവിട്ടൻ നക്ഷത്രമാണ്. തിരുവോണം വളരെ കുറച്ച് നിന്നു, അതങ്ങ് പോവുകയും ചെയ്തു. ഇന്നലത്തെ എൻ്റെ ശരീരം ബാക്കി കിടന്നു. അവിട്ട നക്ഷത്രമാണെന്ന് വന്നിരിക്കുന്നത്. അവിട്ട നക്ഷത്രം ശുഭനക്ഷത്രമാണ്, ശുഭദിനവുമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് നമുക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. ഇന്ന് ശുഭപ്രദമായ കാര്യങ്ങൾ ചെയ്യാം, ഇറങ്ങുന്ന കാര്യം വിജയിക്കും. അപ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടാവും, പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ഇതൊക്കെ അനുകൂലത്തിൽ വരുന്ന ദിവസമാണ്. അതുപോലെ ധനുമാസത്തിൽ അവിട്ട നക്ഷത്രം ബർത്ത് ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, അപ്പോൾ എപ്പോഴും വാർഷിക ഫലത്തെയാണ് ചിന്തിക്കുന്നത്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഗുണപ്രദമായ ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഇൻക്രിമെൻ്റ് ഉണ്ടാവും, അതായത് പ്രമോഷൻ, അതുപോലെ ഇൻക്രിമെൻ്റ്, നമുക്ക് നേട്ടം വരും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് പുരോഗതി ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങും. അതേപോലെ തന്നെ പഠിത്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല റിസൾട്ട് കിട്ടും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് അറച്ചു നിൽക്കാതെ നിങ്ങൾ ഈ ഒരു വർഷത്തെ വിനിയോഗിച്ചു കൊള്ളണം. കാരണം നമുക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്, നമ്മളെ കാലാവസ്ഥ നമുക്ക് അനുകൂലപ്രദമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി ഇറങ്ങണം. രാഹുകാലം 12 തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവിലെ അല്ല. അപ്പോൾ 12:24 തൊട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. അപ്പോൾ 12 മണിക്ക് തുടങ്ങില്ല, 12:24 മിനിറ്റ് കഴിഞ്ഞ് രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. 1:30 മണിക്ക് തീരില്ല, 1:50 തീരുകയുള്ളൂ. അപ്പോൾ രാഹുകാല സമയം നോക്കിക്കൊള്ളുക. രാഹുകാലം പറഞ്ഞു വെച്ചാൽ ഓരോ ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിൻ്റെ, കാരണം രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്, അത് ചുറ്റിക്കാതിരിക്കാനാണ്. യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം ബാധകമുള്ളൂ. അതുപോലെ നമുക്ക് ഒരു കാര്യത്തിന് എടുക്കാൻ പാവാത്ത 2 സമയങ്ങളുണ്ട്, ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും. രണ്ടുപേരും പ്രശ്നക്കാരാണ്. നെഗറ്റീവ് എനർജി കൂടുതലുള്ള സമയമാണ് പ്രപഞ്ചത്തിൽ. അവരുടെ യാത്രാവേളയിൽ തടസ്സപ്പെടുത്തിയാൽ നമ്മളെ അവർ ഉപദ്രവിക്കും. ഈ സമയത്ത് നമ്മൾ ശുഭകാര്യങ്ങളിൽ ഇറങ്ങാതിരിക്കുന്നതാണ് ഉത്തമം. അത് ഗുളികകാല സമയം 10:58 തൊട്ട് 12:24 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 8:07 തൊട്ട് 9:33 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതേപോലെ തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് 12 മണി മുതൽ 12:48 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം, 48 മിനിറ്റ് നേരം. എല്ലാ ദിവസവും അത് തന്നെയാണ്. അതിന്ന് മുഹൂർത്തമുള്ള ദിവസം അല്ലെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. ഇല്ലാതെ അഭിജിത്ത് മുഹൂർത്തം എടുത്താലും ഭാഗ്യത്തിൽ കുറച്ചുകൂടി ഭാഗ്യത്തെ തരും. അതുപോലെ ഇന്ന ദിവസം നമുക്ക്
വസ്ത്രം ധരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുക. പച്ച വസ്ത്രമോ പച്ച മിക്സ് ആയിട്ടുള്ളതോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം ബുധൻ്റെ പോസിറ്റീവ് എനർജി വലിച്ചെടുക്കാനുള്ള ശക്തി കളറിനുണ്ട്. നമ്മൾ നെഗറ്റീവ് പുറന്തള്ളാനും സഹായിക്കും. കുറച്ചുകൂടി നമ്മൾ പോകുന്നിടത്ത് ഷൈൻ ചെയ്യാനിട വരും. അപ്പോൾ പച്ച കളർ ഇതൊന്നും ചിലപ്പോൾ നമുക്ക് പച്ച കളറോ പച്ച മിക്സ് ആയിട്ടുള്ളതോ പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാതെ വരും, യൂണിഫോമിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ. അങ്ങനെ വരികയാണെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു പച്ച തുണി കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.